الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവൻ്റെ തഖ്വയിൽ മരണം വരെ ജീവിക്കുവാനും അതുവഴി മുത്തഖീങ്ങൾക്ക് അവൻ ഒരുക്കിയിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത തുറകളിൽ പല നിലക്കുമുള്ള പങ്ക് വഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഓരോ ദിവസവും ധാരാളം ആളുകളുമായി അവരെ കണ്ടുമുട്ടുകയും അവരുമായി പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ചിലപ്പോഴെങ്കിലും ചില ആളുകളുമായി പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ നല്ല ലോഹ്യത്തിലായിരുന്ന, വലിയ ബന്ധത്തിലായിരുന്ന ചില ആളുകൾക്കിടയിൽ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പിണക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അഥവാ ഉണ്ടായിപ്പോയാൽ മുസ്ലിം എന്ന നിലക്ക് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തർ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. നമ്മളിപ്പോ ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നുണ്ടോ? നമ്മോട് പിണക്കത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? നാം നമ്മെക്കുറിച്ച് ആലോചിക്കുക. ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും അത്തരത്തിലുള്ള പിണക്കങ്ങൾ അതിൻ്റെ പിന്നിലേക്കൊന്ന് പോയാൽ, ചിലതൊക്കെ കുറെ പഴക്കമുള്ളതായിരിക്കും, ചിലത് മിനിറ്റുകൾ കൊണ്ട് തീരും. അപ്പത്തെ പ്രഷറിലെന്തോ പറഞ്ഞു, അത് പിന്നെ അടുത്ത കണ്ടുമുട്ടലിന് റെഡിയാവും. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അങ്ങനെ തുടങ്ങി ഏത് രംഗത്താണെങ്കിലും
ചിലത് ദിവസങ്ങൾ നീണ്ടു നിന്നേക്കും, അത് ആഴ്ചകളാവും. ചിലപ്പോ ആഴ്ചകൾ വിട്ട് മാസങ്ങളിലേക്കോ ചിലതൊക്കെ വർഷങ്ങളിലേക്ക് വരെ പോകാൻ അങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാർ. ആ പിണക്കത്തോടെ മരിച്ചു പോകുന്നവർക്ക് വലിയ പ്രശ്നമാണ്. മനുഷ്യ സഹജമാണ് പിണക്കമെന്ന് പറയും. ഇണക്കം സ്വാഭാവികം, അതിൽ ചിലപ്പോഴൊക്കെ ഇണക്കവും ഉണ്ടാകാം. ചിലതിന്റെ കാരണങ്ങളിലേക്ക് കടന്നുപോയാൽ ചിലതൊക്കെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അന്ന് എന്തോന്ന് പറഞ്ഞോ എന്നൊരു സംശയം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ചിലതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കോ അതിന്റെ ഹിസ്റ്ററിയിലേക്കോ കടന്നുപോയാൽ ചിലപ്പോ എന്താ കേസ് തന്നെ മറന്നുണ്ടാവും. സംഗതി പിണക്കണ്ട്, തെറ്റി നിൽക്കുകയാണ്, കാരണം എന്താന്ന് പോലും മറന്നുണ്ടാവും. അത്രയും പഴക്കമുള്ള ചില പിണക്കങ്ങളുണ്ടാവും. ചിലത് നിസ്സാരമായിരിക്കും, ചെറിയ കേസായിരിക്കും. ഒന്ന് കണ്ടുമുട്ടുമ്പോ സലാം പറഞ്ഞാൽ, ഒന്ന് പുഞ്ചിരിച്ചാൽ, എന്തൊക്കെ വിവരം എന്നൊരു വാർത്താനം ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ ഒരു ജസ്റ്റ് ഒരു സലാം പറഞ്ഞ് അയച്ചാൽ ഒരു പക്ഷേ ഉരുകാവുന്ന രൂപത്തിലായിരിക്കും പലതിലും. വേറെ ചിലത് ന്യായമായ കാരണങ്ങളുണ്ടാവും. ന്യായം എന്ന് പറഞ്ഞാൽ ന്യായമുണ്ടായ തെറ്റലല്ല വിഷയം, പ്രശ്നം പരിഹരിക്കലാണ്. എന്നാലും ചില കാരണങ്ങളുണ്ടാവും. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ? മൊത്തത്തിൽ ഏതെങ്കിലും ആളുകൾക്കിടയിൽ പിണക്കമുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നത് മൊത്തത്തിൽ സമൂഹത്തിന്റെ കൂടെ ബാധ്യതയാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, 9-10 ആയത്തുകൾ, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ. വിശ്വാസികളിൽ രണ്ട് വിഭാഗം, കുറച്ചാൾക്കാർ ചേരിതിരിഞ്ഞിട്ടോ മറ്റൊക്കെ ആയിട്ട് അവർ തമ്മിൽ ശണ്ഠയാണ്, തർക്കമാണ്, പ്രശ്നമാണ്. എങ്കിൽ ഫഅസ്ലിഹൂ ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ, അങ്ങനെ അതിൽ ഒന്ന് മറ്റൊന്ന് രഞ്ജിപ്പായി ഒരു തീരുമാനമൊക്കെ ആയി, എന്നിട്ട് ഒരു വിഭാഗം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മറ്റു ആൾക്കാർക്കെതിരെ വീണ്ടും അക്രമങ്ങൾ നടത്തുകയാണ്, അനീതി ചെയ്യുകയാണ്, എങ്കിൽ ഫഖാതിലുല്ലതി തബഗി ഹത്താ തഫീഅ ഇലാ അംറില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നവരെ അവരോട് നിങ്ങൾ അവരെ എതിർക്കണം എന്ന് ഖുർആൻ പറയുന്നു. ഫഇൻ ഫാഅത്, അവർ മടങ്ങി വന്നാലോ, ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, അവർക്കിടയിൽ നീതിയോട് നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം. വഅഖ്സിതു, നിങ്ങൾ നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഇത് മൊത്തത്തിൽ സമൂഹത്തിലേക്ക് വരുന്ന ആ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പൊതുവെ മുസ്ലിം സമൂഹത്തിലെ അവസ്ഥ പറയാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കണം, രഞ്ജിപ്പുണ്ടാക്കണം, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം, സന്ധി ഉണ്ടാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് കരുണ ലഭിച്ചേക്കും എന്ന്, കരുണ ലഭിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു തആല പറയുന്നു. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമുക്കിടയിൽ ഉണ്ടാകാറുള്ള ചില പിണക്കങ്ങൾ കുടുംബതലത്തിൽ നിന്ന് തുടങ്ങി അത് അയൽപക്കത്തിലൂടെ പോയി സമൂഹത്തിൽ അങ്ങനെ പല ഇടങ്ങളിൽ അത് ഉണ്ടാകാറുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം അങ്ങനെയും നമുക്കിടയിൽ ഉണ്ടാകുന്ന അത്തരം പിണക്കങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ, അത് പരമാവധി നാം തന്നെ രഞ്ജിപ്പിലെത്തിക്കാൻ ശ്രമിക്കണം. വേറൊരാള് രണ്ടാൾക്കാർക്കിടയിലെ പ്രശ്നം മൂന്നാമത്തെ ഒരാൾ അറിയാതെ പരിഹരിക്കാൻ ശ്രമിക്കണം. ആ രൂപത്തിലുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. നോക്കൂ, നമ്മള് ഏതെല്ലാം തലങ്ങളിലാണ് ഈ പിണക്കങ്ങൾ ഉണ്ടാകാറുള്ളത്? മാതാപിതാക്കളും മക്കളും പിണങ്ങി നിൽക്കുക, ഉമ്മാനോട് മകൻ മിണ്ടുന്നില്ല, മകള് മിണ്ടുന്നില്ല, ഉപ്പാനോട് മകളും സംസാരിക്കുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, പിണക്കമാണ്. മക്കളോട് ചില മാതാപിതാക്കൾക്ക് പിണക്കമാണ്.
ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ ആ ബന്ധം എന്താണ്? മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമല്ലേ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് മാതാപിതാക്കളുടെ എങ്ങനെ വർത്തിക്കണം എന്നത്. പ്രത്യേകിച്ച് അവർ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ, വയസ്സായ ഉമ്മയും ഉപ്പയുമാണെങ്കിൽ അവർ പ്രത്യേകിച്ചും അല്ലാഹു തആല പറഞ്ഞത് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന്. അങ്ങനെ നമ്മൾ സാധാരണ അർത്ഥം പറയാം അല്ലെ, ഛേ എന്നവരോട് പറയരുതെന്ന്. ഉഫ്ഫിൻ എന്ന് പറഞ്ഞത് ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചുകൊള്ള ശബ്ദമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതി ആരെങ്കിലും നമ്മോട് പറയുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അനുഭവം ഉണ്ടാവുകയോ ചെയ്യുമ്പോ എന്ന് പറഞ്ഞൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കലുണ്ടല്ലോ, ആ അനിഷ്ടം പ്രകടിപ്പിക്കൽ, അതാണ് ഉഫ്ഫിൻ. ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വിളിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു മടുപ്പും അനിഷ്ടവും ഒക്കെ, ഇതാണ് തഅഫ്ഫുഫ് എന്ന് പറയാം. അങ്ങനെയുള്ള അനിഷ്ടത്തിന്റെ ഒരു ശബ്ദം പോലും മാതാപിതാക്കൾ ഉണ്ടാകരുത്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിന്റെ സമയത്ത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ സംസാരമായിരിക്കണം അവരോട് നടത്തേണ്ടത്. ബഹുമാനം വിട്ടുകൊണ്ടൊരു അക്ഷരം പറയരുത് ഉമ്മയോട് ഉപ്പയോട്. പിന്നെങ്ങനെ പിണക്കമുണ്ടാകുക? സങ്കടകരമാണ് ചിലപ്പോഴെങ്കിലും സമൂഹത്തിൽ ആ ഉമ്മയോടോ ഉപ്പയോടോ മിണ്ടാതെ തെറ്റിയിട്ട് ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോ വർഷങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നവരുണ്ട്. എന്തൊരു സങ്കടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പിണക്കം അവർക്കിടെ ഉണ്ടാകും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞത് പിണങ്ങി നിൽക്കലല്ല, തെറ്റി നിൽക്കലല്ല, പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ, ഭാര്യയാണ് ഭർത്താവാണ്, കൊലാപ്പ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ടും ഒഴിവാക്കിയിട്ടില്ല, അങ്ങനെ ഉണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇയാളുടെ പ്രഷർ കൂടുതൽ, ഭാര്യയുടെ പ്രഷർ കൂടുതൽ. ബഹുമാന്യ വിശ്വാസികളെ, ഉണ്ടാകരുത്. പ്രശ്നങ്ങൾ മനുഷ്യ സഹജമാണ്, ഉണ്ടായേക്കാം, പക്ഷേ അത് പരിഹരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു വിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ തന്റെ ഭാര്യയെ അവളോട് പിന്നെ ദേഷ്യം പിടിക്കാൻ പാടില്ല, വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം, അവളുടെ എന്തെങ്കിലും ഒരു ഘടകം, ഒരു കാര്യം അത് ഇയാൾക്ക് വെറുപ്പുള്ളതാണെങ്കിൽ, ആ അവളെ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വേറെ കുറെ കാര്യങ്ങൾ അവളിൽ ഉണ്ടല്ലോ. ഒരു സ്വഭാവം മോശമായിട്ട് വേറെ കുറെ നല്ല സ്വഭാവം ഉണ്ടാകാമല്ലോ. എന്തൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ്, എന്തൊരു സൊല്യൂഷനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഈ ഒറ്റ പോയിന്റ് ചിന്തിച്ചാൽ പോലെ, ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുമോ? ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും വിശ്വാസികൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പിണങ്ങാനുള്ള ബന്ധമല്ല, അത് പിണങ്ങാനുള്ള ബന്ധമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഭർത്താവ് വിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യയോട് അവൾ വെറുപ്പ് പുലർത്താൻ പാടില്ല, അവള് ദേഷ്യം പിടിക്കാൻ പാടില്ല, പിന്നെയല്ലേ പിണങ്ങി നിൽക്കൽ. അതുകൊണ്ട് ഉണ്ടാകരുത്. തുറന്ന് പറയാ, തുറന്ന് കാര്യങ്ങൾ നല്ല രൂപത്തിൽ പരിഹരിക്കുക. ഭാര്യ ഇങ്ങോട്ടും അങ്ങനെ ഭർത്താവിനോടും പിണങ്ങി നിൽക്കരുത്, രണ്ടുപേരും. ഇനി അത് പരിഹരിക്കാൻ ചില കാര്യങ്ങൾ ഒന്ന് തുറന്ന് സംസാരിക്കുക തന്നെയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഫോണിലാണ്, കയറി ചെല്ലുമ്പോൾ തന്നെ ഫോണിലാണ് ഭർത്താവ്. സ്വാഭാവികമാണ്, തിരക്കുണ്ടാകാം. തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, സമൂഹത്തിലെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടങ്ങി പലതും ഉണ്ടാകാം. ഒക്കെ ശരി, നാ ഇപ്പൊ വീട്ടുകാർ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക, അവർക്ക് സമയം കൊടുത്തോളണം, കുറച്ചു നേരം ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് അല്പനേരം തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. പല പ്രശ്നങ്ങളും തീരും. അതുപോലെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് ഇങ്ങനെ കേട്ടുകൊടുത്താൽ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലാണെങ്കിൽ
വാർദ്ധക്യത്തിലാണെങ്കിൽ അവർ ഈ പറയുന്ന സംഗതി ഒന്നിങ്ങനെ കേട്ടുകൊടുത്താൽ തന്നെ നമ്മുടെ മനസ്സിന് വലിയ സന്തോഷമാകും, ആ ബന്ധം ഊഷ്മളമാകും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏത് പ്രായത്തിലും സ്നേഹവും ബഹുമാനവും കാത്തു സൂക്ഷിക്കണം. എത്ര പ്രായം കഴിഞ്ഞു, വയസ്സായ ദമ്പതികളാണ്, എന്നാലും ശരി ആ പ്രായത്തിലും ആ ഭർത്താവിനെ ഭാര്യന് സ്നേഹം ലഭിക്കണം, തിരിച്ചും ലഭിക്കണം. ഭർത്താവിനെ ആ ഭാര്യ ബഹുമാനിക്കണം. ആ നിലക്കായിരിക്കണം. എത്ര കാലം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ആയിക്കോട്ടെ, എന്നാലും ആ ഭർത്താവിന് എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാകണം. ആ റെസ്പെക്ട് ലഭിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകണം, തിരിച്ചും ഉണ്ടാകണം. സ്നേഹം ലഭിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാകണം. ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടാകും, ഭാര്യയെ ഇഷ്ടപ്പെടുന്നുണ്ടാകും. പക്ഷേ അതിന്റെ ഒരു ഫീലിംഗ് അവർക്ക് ലഭിക്കണം. അങ്ങനെയാകുമ്പോൾ ബന്ധങ്ങൾ വഷളാകില്ല. എന്ന് മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിക്കും, ഉരുകിപ്പോകും. മാത്രമല്ല, നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മറ്റുള്ള ആളുകൾക്കിടയിൽ ഭാര്യ ഭർത്താവിനെയോ കൊച്ചാക്കരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഭാര്യ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നു, ആ സമയത്ത് ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഏത് പ്രായത്തിലാണെങ്കിലും അവളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, അവളുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരം, ഒരു വാക്ക്, ഒരു ചിരി, ചിലപ്പോ അത് മതിയാവും, ഒരു ചിരി അത് മതിയാവും, ചിലപ്പോ അതുപോലും ഉണ്ടാകരുത്. അഭിമാനം സംരക്ഷിക്കപ്പെടണം, ഭാര്യയുടെ അഭിമാനം. അതുപോലെ ഭർത്താവിനെ ആളെ മുമ്പിലിട്ട് ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്താൽ, ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിലോ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ ആരുടെയും വെച്ചിട്ട്, ഈ കുടുംബമാവുണ്ട്, വേറെ ആൾക്കാർക്കിടയിൽ ഇട്ടിട്ട് അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിൽ ഭാര്യയെ ഭർത്താവും കൊച്ചാക്കി സംസാരിക്കരുത്. ഭർത്താവിനെ ഭാര്യയും കൊച്ചാക്കി സംസാരിക്കാൻ പാടില്ല. ഈ കാര്യം വളരെ കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അയൽവാസികൾക്കിടയിലെ ബന്ധങ്ങൾ രൂഢമൂലമാക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുറന്ന് പറഞ്ഞ് സംസാരിക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ സൂക്ഷിച്ച് വീങ്ങി വലുതാകാൻ അനുവദിക്കരുത്. അതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ, സഹപ്രവർത്തകർക്കിടയിൽ, ജോലിയിടങ്ങളിൽ ഡെയിലി കണ്ടുമുട്ടുന്ന ആൾക്കാരാ. ചിലപ്പോഴൊക്കെ ചില സഹോദരങ്ങളെ മരിച്ചാൽ ചില സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ ഒക്കെ എന്തായിരിക്കുന്നവരോ, ഒരാൾ മരിച്ചാൽ പിന്നെ അവിടെ സജീവമായിട്ടുണ്ട്. അവിടെ മയ്യത്ത് കെട്ടിൽ പിടിക്കാനും മയ്യത്ത് കൊണ്ടുപോകുമ്പോ അതിന് എല്ലാം വേണ്ട കാശുകൾ ചെയ്യാനൊക്കെയുണ്ട്. മയ്യത്ത് കെട്ടിൽ ഒരു ഭാഗം ഇയാൾ പിടിച്ചിരിക്കുന്നു, മറ്റേ ഭാഗം മറ്റേ പിടിച്ചിരിക്കുന്നു. മുണ്ടോ ഇല്ല? ഒന്നാലോചിച്ച് നോക്കൂ, എന്തൊരു സങ്കടമാണ്. ഇതുപോലെ ഒരിക്കലും ഇയാൾ ഈ മയ്യത്ത് കെട്ട് പോകേണ്ട ആളല്ലേ ഈ രണ്ടാളും? ആ ബോധമെങ്കിലും വേണ്ട. ഇതൊരു ഉണർത്തലാകണ്ടേ? ആ മരണം ഒരു ഉണർത്തലാകണ്ടേ? അതുകൊണ്ട് അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ഇവിടെ തീരുമാനിക്കുക. ഇന്ന് ജുമഅക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരിമാർ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇന്ന് ജുമഅ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയാവും, ചിലപ്പോ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും ചിലപ്പോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡെയിലി കാണേണ്ട ആൾക്കാരാണ്, മിണ്ടുന്നില്ല. അതുകൊണ്ട് ആ കാര്യം, അത്തരത്തിൽ മിണ്ടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ രംഗത്ത് പാലിക്കേണ്ട ചില പൊതുമര്യാദകളുണ്ട്. ഒന്ന്, പിണങ്ങാനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക, അത് ശ്രദ്ധിക്കേണ്ടത്. അതിന് പുറമെ വല്ല പിണക്കവും ഉണ്ടായിപ്പോയോ എന്നാൽ 3 ദിവസത്തിലേറെ അത് നിലനിൽക്കാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. അവിടുന്ന് പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ, ഒരാൾക്ക് പറ്റില്ല, അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കൽ പാടില്ല. ഒരാള് വേറൊരാള് 3 ദിവസത്തിലേറെ പിണങ്ങാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 3 ദിവസം പിണങ്ങാന്നല്ല, അഥവാ പിണങ്ങിപ്പോയാൽ അത് മാക്സിമം സമയം 3 ദിവസമായിരിക്കും, അതിലേറെ പോകരുത്. ഇപ്പൊ ഇന്ന് തെറ്റിക്ക് 3 ദിവസം വരെ കാത്തിക്കണ്ട മിണ്ടാൻ, പത്രം നന്നാവാം. അഥവാ അങ്ങനെ മിണ്ടാതെ പോവുകയാണെങ്കിൽ മാക്സിമം ഉള്ള സമയമാണ് പറഞ്ഞത്. മനസ്സിലായത്? 3 ദിവസം ആകട്ടെ മിണ്ടാൽ എന്ന് കരുതിക്കരുത്. ഇപ്പോഴാണ് തോന്നുന്നത്, അപ്പൊ തന്നെ നന്നാവാം. ഇനി 3 ദിവസത്തിനപ്പുറം എന്തായാലും പോകാൻ പാടില്ല.
ഇതാണ് ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലായി. ആ ഹദീസിന്റെ അവസാനത്തിൽ, കുറച്ചുകൂടി ദീർഘമായ ഹദീസാണ്, അതിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. അതിൽ ആദ്യം തുടങ്ങുന്ന, സലാം കൊണ്ട് തുടങ്ങുന്ന ആളാണ് ഖൈറായ ആള്. ബഹുമാന്യ വിശ്വാസികളെ, ആർക്കെങ്കിലും ഇടയിൽ പിണക്കമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞ് മിണ്ടി തുടങ്ങിയാൽ ആ ഖൈറ് നമ്മളാവും, ആ ഖൈറിന് ഉടമ നമ്മളാവും, ഖൈറ് ലഭിക്കുന്ന ആള്. അയാൾ ഇങ്ങോട്ട് പറയുമ്പോൾ നാം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ നമുക്കാണ് അതിന്റെ ദറജ ഏറെ ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്ന ആളാണ് അവരിൽ ഏറ്റവും ഉത്തമൻ എന്ന്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ നാം മറന്നു പോകരുത്. ഇനി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ചില കേസിൽ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച വലിയ സംഗതിയാണ്. നമ്മളൊരു പക്ഷേ ന്യായം നമ്മുടെ ഭാഗത്ത് കാണുന്നുണ്ടാകാം, എന്നാൽ ഓക്കെ, ആ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും നാം അങ്ങോട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, ആ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങോട്ട് മിണ്ടിയാൽ അതിന്റെ ഗുണം, മിണ്ടിയതിന്റെ ഖൈർ, അതുപോലെ തന്നെ ആ വിട്ടുവീഴ്ച ചെയ്തതിന്റെ ഗുണം അത് നമുക്ക് ലഭിക്കും. ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ച് മുനാഫിക്കുകൾ ഒരു വ്യഭിചാര ആരോപണം ഉണ്ടാക്കിയില്ലേ? പച്ചക്കള്ളം പ്രചരിപ്പിച്ചില്ലേ? ഹദീസുൽ ഇഫ്ക് എന്ന പേരിലാണ് സംഭവം അറിയപ്പെടുന്നത്. അങ്ങനെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇല്ലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ കുറിച്ച്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളെ കുറിച്ച് നാട്ടിൽ അങ്ങനെ പറഞ്ഞ് മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കേസാണ്. ഇല്ലാത്ത സംഭവമാണ്, പച്ചക്കള്ളമാണ്. അതിൽ ആ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയും പെട്ടുപോയി. ഇങ്ങനെ കേട്ടപ്പോ അങ്ങനെ പ്രചരിപ്പിച്ചു പോയി. ആരാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു അറിയോ? അദ്ദേഹം ഒരു പാവം സ്വഹാബിയൻ, ദരിദ്രനാണ്, സാമ്പത്തിക ശേഷിയില്ലാത്ത ആളാണ്. തീർന്നില്ല, അദ്ദേഹത്തിന് ചെലവിന് കൊടുക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ ചെലവിന് കൊടുക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളെ പറ്റിയാണ് ഇദ്ദേഹം ഈ പല ആൾക്കാർ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ ഇദ്ദേഹം പ്രചരിപ്പിച്ചു പോയി. ഒരു ബാപ്പാന മനസ്സെന്താകും, ഒരു ഉപ്പാന മനസ്സെന്താകും തന്റെ മോളെ കുറിച്ച് അത് പറയുമ്പോ? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ കൊടുക്കൂലെന്ന്, ഇനി ചെലവിന് കൊടുക്കൂലെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ ആയത്തിറങ്ങി, നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൊടുക്കില്ല എന്ന് പാവപ്പെട്ട ആളുകൾക്കും മുഹാജിറുകളായ ആളുകൾക്കുമൊക്കെ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി കൊടുക്കൂല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യാൻ പാടില്ല. വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് നൽകണം, കൊടുക്കണം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ചോദ്യത്തിലാണ്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരണം, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അത് നിങ്ങൾക്ക് വേണ്ടേ? അല്ലാഹ് പുറത്തു വരും നിങ്ങൾ മാപ്പ് കൊടുത്താൽ എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, അതെ, ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അതെ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണം, ഞാൻ ഇഷ്ടപ്പെടുന്നു, റബ്ബിന്റെ മഗ്ഫിറത്ത് എനിക്ക് വേണം എന്ന് പറയുകയും അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു തുടങ്ങുകയും ഒരു വാചകം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പിൻവലിക്കില്ല, കൊടുക്കൽ നിർത്തൂല എന്ന്. ന്യായമില്ലായിരുന്നു അദ്ദേഹത്തിന്. തന്റെ മോളെ പറ്റിയല്ലേ പറഞ്ഞത്? വിട്ടുവീഴ്ച ശ്രദ്ധിക്കുക. ഒരു വിട്ടുവീഴ്ച ഭാര്യയോ ഭർത്താവോ നടത്തിയാൽ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അയൽവാസികൾ തമ്മിൽ പ്രശ്നമാണോ? ആരെങ്കിലും ആൾ വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റും. നമ്മുടെ ഏത് പ്രശ്നം എടുത്തോളൂ, അവിടെയൊക്കെ ഈ ഒരു സംഗതി വിട്ടുവീഴ്ച ചെയ്താൽ എനിക്കതുകൊണ്ട് ദറജ കൂടുകയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യട്ടെ എന്നൊരു തീരുമാനം നാം എടുത്താൽ വലിയ കാര്യം. ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ട് ഗുണം നമുക്ക് കിട്ടും, പ്രതിഫലം കിട്ടും. കാരണം നമ്മൾ ഈ വിട്ടുവീഴ്ച ചെയ്താൽ മതി, എത്രയോ അള്ളാഹ് നമുക്ക് പുറത്തു തരണ്ടേ? അള്ളാഹ് പുറത്തു തരും. അതുകൊണ്ട് ആ ഒരു ബോധം നമുക്കുണ്ടാവുകയും അങ്ങനെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ, പിണക്കങ്ങൾ ഇല്ലാതാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
إن الحمد لله والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد فأيها الناس أوصيكم ثاني بتقوى الله വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരസ്പരം പിണക്കങ്ങളുണ്ടായാൽ ആ പിണക്കങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അഥവാ രണ്ടാൾക്കാർക്കിടയിൽ പിണക്കുണ്ടായി, ആ പിണക്കമുണ്ടായി, അതങ്ങനെ നിലനിർത്തിയുള്ള പ്രശ്നം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇത്നൈൻ വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ. ആ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത മനുഷ്യന് പൊറുക്കപ്പെടും. നോക്കണേ, തിങ്കളാഴ്ചയും പൊറുക്കുന്നു, വ്യാഴാഴ്ചയും പൊറുക്കുന്നു. ആർക്ക് പൊറുക്കൂല? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ. വലിയ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിന് മാത്രമായിരിക്കണം. നമ്മുടെ നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമല്ലേ? നോമ്പ് അള്ളാഹ്ക്ക് മാത്രമല്ലേ? ഹജ്ജ് ഉംറയൊക്കെ അള്ളാഹ്ക്ക് മാത്രമല്ലേ? ഇതുപോലെ അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾക്ക് അപകടം വരുമ്പോ, പ്രയാസം വരുമ്പോ അള്ളാഹ് എന്നായിരിക്കണം വിളി. അസുഖം വന്നപ്പോ ഡോക്ടറെ അടുത്ത് പോയത് ഇതിനെതിരല്ല. അത് അല്ലാഹു തആല ഇവിടെ നിശ്ചയിച്ച കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള സഹായ ചോദ്യമാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ അവിടുത്തെ പടയെങ്കി പണയം വെച്ചിട്ടുണ്ട്. വഫാത്താകുമ്പോ പടയെങ്കി പണയത്തിലായിരുന്നു ഒരു ജൂതന്റെ അരികിൽ. സാമ്പത്തിക പ്രയാസം ഉണ്ടായപ്പോ സഹായം ചോദിച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ഡോക്ടറെ അരികിൽ പോകുന്നത് ന്യായം വെച്ചുകൊണ്ട് മൊയ്തീൻ ഷേഖെ കാക്കണേ, ബദരീകളെ രക്ഷിക്കണമെന്ന് പറയരുത്. അത് ന്യായമല്ല. അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. മൊഹീദ്ദീൻ ഷെയ്ഖിനോട് നടത്തിയാൽ ശിർക്കാണ്, കാലാകാലം നരകത്തിലാണ്. ശിർക്കോടൊരാൾ മരിച്ചു പോയാൽ അയാൾക്കത് പൊറുക്കപ്പെടൂല. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. ബഹുമാന്യ വിശ്വാസികളെ, നമ്മുടെ മനസ്സിൽ അത് രൂഢമൂലമാക്കണം, ആയവരാണ് ഉറപ്പിക്കണം. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ, ബന്ധത്തിലെ, അയൽപക്കത്തെ കൂടെ ജോലി ചെയ്യുന്നൊക്കെ പല നിലക്ക് ബന്ധമുള്ളവരുണ്ടാകും. അവർ ഈ കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തണം. ശരി, ശിർക്ക് ചെയ്ത മനുഷ്യന് അല്ലാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞു. ഇനി ഒരാൾക്ക് കൂടെ റസൂൽ പറയാണ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അന്ന് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാർക്ക് പാപം പുറത്തു കൊടുക്കും. എന്നാൽ ഒരാളെ കൂടി പറയുന്നു, ഇല്ലാ റജുലൻ, ഒരാളും കൂടെ, കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹ്നാഉ, അയാൾക്കും അയാളുടെ സഹോദരന്റെ കൂട്ടുകാരനും ഇടയിൽ വിദ്വേഷമുണ്ട്, പകയുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അവരുടെ വിഷയത്തിൽ പൊറുക്കാൻ അല്ലാഹ് പറയുന്നു എങ്ങനെ അറിയോ? ഫയുഖാലു അൻദിറു ഹാദൈനി ഹത്താ യസ്ഫലിഹാ, അൻദിറു ഹാദൈനി ഹത്താ യസ്ഫലിഹാ, അൻദിറു ഹാദൈനി ഹത്താ യസ്ഫലിഹാ. അവർ രണ്ട് ആളുടെയും കേസ് അവിടെ പെൻഡിങ്ങിൽ വെക്കൂ. വെയിറ്റ്, അവര് സുൽഹാകട്ടെ, എന്നിട്ട് മതി എന്നാണ്. ബഹുമാന്യ വിശ്വാസികളെ, നമുക്ക് അല്ലാഹു തആല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇങ്ങനെ പുറത്ത്. പക്ഷെ വേറെ ആളുമായിട്ട് പിണക്കത്തിലാണെങ്കിൽ അത് പ്രശ്നമാണ്, അവിടെ കിടക്കും. അപ്പൊ ഒരു ചോദ്യം വരും, നമ്മൾ അങ്ങോട്ട് മിണ്ടി ഇങ്ങോട്ട് മിണ്ടുന്നില്ലെങ്കിലോ? നമ്മുടെ കാര്യം ക്ലിയർ ആണല്ലോ. നമ്മുടെ കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് മിണ്ടി, അതിൽ തിരിഞ്ഞു പോയി, സലാം മടക്കിയില്ല. നമ്മൾ ആവർത്തിച്ചു, 2-3 പ്രാവശ്യമൊക്കെ സലാം പറഞ്ഞു. നമ്മുടെ ഭാഗം ക്ലിയർ ആയില്ലേ? നമ്മുടെ ഇത് പൊറുക്കപ്പെടുമല്ലോ. അതുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങോട്ട് മിണ്ടാൻ വന്നാൽ നമ്മളും ചെയ്യാം. അപ്പൊ മിണ്ടാൻ വന്നതെന്ന് പറഞ്ഞ് ചൂടായിരുന്നു, വിട്ടുവീഴ്ച ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ പെൻഡിങ്ങിൽ കിടക്കും. ഈ കാര്യം വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അയാളുടെ സഹോദരന്റെ പ്രശ്നമുണ്ടായി, മിണ്ടാതിരുന്നാൽ, അങ്ങനെ 3 ദിവസത്തിലെ അധികമായി കഴിഞ്ഞാൽ 3 ദിവസത്തിലേറെ മിണ്ടാതിരുന്ന് അങ്ങനെ മരിച്ചു പോയാൽ നരകത്ത് പ്രവേശിക്കുമെന്ന്.
വളരെ ഗൗരവമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിന്റെ ആശയം പാടില്ല മിണ്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും കേസുണ്ടെങ്കിൽ നാം പരിഹരിക്കുക സ്വന്തമായി. ഇനി നമുക്കറിയാവുന്ന പരിഹരിക്കാൻ പറ്റിയ കേസുണ്ടോ, നാം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുക. ആ രൂപത്തിൽ പിണക്കങ്ങളില്ലാതിരിക്കുക നാം ശ്രദ്ധിക്കുക. മനുഷ്യരാണ്, പലരും പല സ്വഭാവമാണ്. അത് പരിഹരിക്കുക, രഞ്ജിപ്പിലേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കുക, ഈ പരിഹരിക്കാനുള്ള ചാൻസ് ഒന്നുകിൽ നമ്മളോ അല്ലെങ്കിൽ അയാളോ മരിക്കുന്നവരേയുള്ളൂ. അയാൾ മരിച്ചാൽ ചാൻസ് കഴിഞ്ഞു കേട്ടോ, നമ്മൾ മരിച്ചാലും കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ കുടുംബസമേതം അല്ലാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഈ പ്രദേശത്തെ ഒരു സഹോദരി വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടു എന്നറിഞ്ഞു. അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. സ്വാഭാവികമായി പെട്ടെന്ന് മരണപ്പെട്ട ഒരു അവസ്ഥയാകുമ്പോൾ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത വലിയ പ്രയാസമുണ്ടാകും. അല്ലാഹു തആല അവർക്ക് ക്ഷമിക്കാനുള്ള ഈമാനികമായി കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ മുമ്പ് മെമ്പറായിരുന്ന BP അബ്ദുൽ ഖാദർ സാഹിബ് ഇന്നലെ മരണപ്പെട്ടതായി അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. രാമനാട്ടുകര അടുത്ത് ചേലേമ്പ്രയിൽ നമ്മുടെ സഹോദരൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറെ കാലം അസുഖമായി വേദനയൊക്കെ സഹിച്ച് കിടപ്പിലായിരുന്നു. അല്ലാഹു തആല ആ പ്രയാസങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കാൻ സ്വർഗത്തിൽ ഇടം നേടാനുമുള്ള കാരണമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ബന്ധത്തിൽ മരിച്ചു പോയവരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു ശിഫയും സലാമത്തും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഖൈറും ബറക്കത്തും ചെയ്ത് അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ശാക്കിരികളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.